കൂലിയിലെ പവർ ഹൗസ് സോങ്ങിന്റെ ചെറിയൊരു ഡീകോഡിംഗ് വീഡിയോ ആണിത്. സോങ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് കുറച്ച് കാറുകൾ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് മുന്നേ തന്നെ ഒരു ലോറി അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ലോകേഷിൻ്റെ പടത്തിൽ ലോറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒറ്റ കഥാപാത്രം മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ദിലീപ്. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആദ്യ പടം കൈദി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു റെഫറൻസ് എങ്കിലും ഇതിൽ കാണാതിരിക്കില്ല. ലോകേഷിൻ്റെ പടത്തിൽ ഈ ബ്ലഡ് കാണുന്നതും കൊല്ലുന്നതും ഒന്നും അത്ര വലിയ പുത്തിരിയൊന്നുമല്ലല്ലോ. പക്ഷേ ഈ കത്ത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് റോളക്സ് ആണ്. പക്ഷേ കൂലി സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ റോളക്സ് അല്ല. ഇതിലെ ടൈറ്റിൽ കാർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം. ഭയങ്കരമായിട്ടുള്ള വയലൻസ് നിറഞ്ഞൊരു കഥാപാത്രമായിരിക്കും രജനി സാറിന് ഈ സിനിമയ്ക്കകത്തുള്ളത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ സിനിമയ്ക്കകത്ത് വാച്ചിന് ഒരു പ്രധാന പങ്കുണ്ട്. ഇതൊരു ടൈം ട്രാവൽ മൂവിയാണെന്നും പറഞ്ഞൊക്കെ തിയറീസ് ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ മഹാബ്ലണ്ടറാണ്. വാച്ച് മെയിൻ ഫാക്ടർ ആയതുകൊണ്ടായിരിക്കണം ഈ 3 പോസ്റ്റേഴ്സിലും വാച്ച് എടുത്ത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാച്ചിലെ ടൈം നമുക്ക് കാണാൻ കഴിയും. 9:10 വാച്ചിലെ ടൈം. അതായത് രാത്രി 9:10 നടക്കുന്ന എന്തോ വലിയൊരു ഫൈറ്റ് സീനാണ് ഈ ഒരു രംഗത്തുള്ളത്. ഈ സോങ്ങിനുള്ളിൽ തന്നെ ഇത്രയും ആൾക്കാരെ ബ്രൂട്ടലായിട്ട് കൊല്ലണമെങ്കിൽ സിനിമയ്ക്കകത്ത് എന്തായിരിക്കും? ഈ ഫൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സീനിലായിരിക്കാം സൗബിൻ ഇങ്ങനെ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാച്ച് കൊണ്ട് കെട്ടിത്തൂക്കി കൊല്ലുന്നതൊക്കെ ആദ്യമായിട്ട് കാണുന്ന പരിപാടിയല്ലേ. പിന്നെന്തായാലും ഈ ഒരു ക്യാരക്ടർ പക്കാ ക്യാരക്ടറായിരിക്കും. ഈ ഒരു സീനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലുള്ള കണ്ടെയ്നേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് മോണിക്ക സോങ്ങിലുണ്ടായിരുന്ന കണ്ടെയ്നറാണ്. ഇവിടെ വെച്ചായിരിക്കണം ആ ഒരു ഫൈറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു കത്തി കേക്കിൻ്റെ മുകളിൽ ഇരിക്കുന്നത് റോളക്സിൻ്റെ അല്ല എന്ന് മനസ്സിലായല്ലോ. സോങ്ങിൻ്റെ ഈ ഭാഗത്തോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നായകൻ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല തിരിച്ചു വരുന്നതും ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഇതേ ഔട്ട്ഫിറ്റ് ഇട്ട് തന്നെയാണ്. പിന്നെ ലോകേഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയാളൊരു മാസ്റ്റർ ബ്രെയിനാണ്. നമുക്കൊന്ന് ലിയോയിലോട്ടൊന്ന് പോയിട്ട് വരാം. ലിയോയിലെ ഈ ഒരു പോസ്റ്റർ എല്ലാവരും കണ്ടതാണ്. ഈ ഒരു പോസ്റ്റർ നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തോക്കിൻ്റെ പേരായ മാർക്ക് 4 ദേ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോസ്റ്ററിൽ തന്നെ വലിയൊരു ഡീറ്റെയിലിംഗ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ലിയോ സിനിമയ്ക്കകത്ത് വിക്രമിൻ്റെ ഒരു ചെറിയ റെഫറൻസ് ഉണ്ടായിരിക്കും എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു പ്രൂഫാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്ക് 4. ഈ മാർക്ക് 4നെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ VIKRAM വിക്രം എന്നാണ്. അതായത് ലിയോയിൽ വിക്രമിൻ്റെ റെഫറൻസ് ഉണ്ടെന്ന് പറയാതെ പറഞ്ഞ വ്യക്തിയാണ് ലോകേഷ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തും എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ മോണിക്ക സോങ്ങിൻ്റെ ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് LCU ആണെന്ന് തലതിരിച്ചെഴുതി വെച്ച് നമ്മളെല്ലാവരും കാണിച്ചു തരുന്നുണ്ട് ലോകേഷാണ് ആൾ. വെറുതെ ഇത്രയും വലിയ കാസ്റ്റ് കിട്ടിയിട്ട് LCUവിൽ കയറ്റാതെ ലോകേഷ് പോകും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ?